ചൊക്കന എസ്റ്റേറ്റ് മൈതാനം വീണ്ടും ഫുട്ബോൾ ആരവത്തിലേക്ക്. മൈതാന നവീകരണം അന്തിമഘട്ടത്തിൽ. കാൽപന്ത് കളിയിലെ നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ചൊക്കന ഗ്രാമം. കൗമാരങ്ങൾ മയക്കുമരുന്നിന്റെ മാരകലഹരിയിലേക്ക് വഴിതെറ്റിപ്പോകാതെ അവരെ ഫുട്ബോൾ കളിയിലേക്ക് ആകർഷിച്ച് ആരോഗ്യമുള്ള തലമുറയെ വളർത്തിയെടുക്കുക എന്ന ദൗത്യമാണ് നാട് ഏറ്റെടുത്തിട്ടുള്ളത്. 120 വർഷം മുൻപ് ബ്രിട്ടീഷുകാർ ആരംഭിച്ച ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ ഉൾപ്പെട്ടതാണ് ചൊക്കന റബ്ബർ എസ്റ്റേറ്റ് അടക്കമുള്ള പ്രദേശങ്ങൾ. അക്കാലത്ത് തോട്ടങ്ങളിൽ പണിയെടുപ്പിക്കാനായി മലപ്പുറത്ത് നിന്ന് കൊണ്ടുവന്ന തൊഴിലാളികളുടെ പിന്മുറക്കാരാണ് ഇപ്പോഴും ഇവിടെയുള്ള തൊഴിലാളി കുടുംബങ്ങളിൽ പലതും. അതുകൊണ്ട് തന്നെ മലബാറിന്റെ ഫുട്ബോൾ കമ്പവും ഇവർക്കിടയിലുണ്ട്. ഫുട്ബോൾ കളിയോട് നല്ല താല്പര്യമുള്ള കുറേ കുട്ടികളുണ്ട്, നല്ല ടാലൻ്റുള്ള കുട്ടികളുണ്ട്. അതിൽ നിന്ന് ആരെങ്കിലും ഒരാളെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ലോകം അറിയാവുന്ന നിലയ്ക്ക് എത്തിക്കാൻ പറ്റുമെന്നുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. പിന്നെ ഈ ലഹരിയുടെ ഉപയോഗം മൂലം ഒരുപാട് ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നും കുട്ടികളെ മാറി ചിന്തിക്കാനും ഇതൊരു കാരണമാകട്ടെ എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ടത്. വളരെയധികം ചെലവ് വരുന്നൊരു പരിപാടിയാണെന്ന് മനസ്സിലായിരുന്നു പിന്നീടാണ്. തൊഴിലാളികൾക്ക് മാനസിക ഉല്ലാസവും കായികക്ഷമതയും ലഭിക്കുന്നതിനായി ഇക്കാലത്ത് തോട്ടം മാനേജ്മെന്റ് മുൻകൈയെടുത്ത് എസ്റ്റേറ്റ് റീക്രിയേഷൻ ക്ലബ്ബുകൾക്ക് രൂപം നൽകിയിരുന്നു. ഈ ക്ലബ്ബുകൾക്ക് കീഴിൽ പാലപ്പിള്ളി ചൊക്കന മേഖലയിൽ നിരവധി ഫുട്ബോൾ മൈതാനങ്ങളും സജ്ജമാക്കി. മികച്ച ഫുട്ബോൾ കളിക്കാരായിരുന്ന പലരും ഗൾഫ് അടക്കമുള്ള നാടുകളിലേക്ക് ജീവിതം തേടി പോയതോടെയാണ് ചൊക്കന മൈതാനിയിൽ ആരവങ്ങളില്ലാതെയായത്. ഇവിടുത്തെ യുവതലമുറ ഏകദേശം ഒരു 23-24 വയസ്സ് പ്രായം വരെയുള്ള പിള്ളേരുകൾ ഫുട്ബോൾ എന്ന ലഹരിയോട് താല്പര്യം കാണിക്കുകയും അവർക്ക് കളിക്കാൻ സാഹചര്യമില്ലാത്തൊരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അവർക്ക് കളിക്കാനൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇവിടെ ലൈറ്റ് പിടിപ്പിച്ച് വൈകുന്നേരം കളിക്കാനുള്ള ഒരു സംവിധാനം ചെയ്യാനായിട്ട് കൂട്ടായ തീരുമാനമെടുത്ത് ഇറങ്ങിയത്. നായാട്ടുകുണ്ട് സൂര്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചൊക്കനയുടെ ഗതകാല ഫുട്ബോൾ പ്രതാപം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാരും സാമൂഹ്യ പ്രവർത്തകരും. ക്ലബ്ബ് സെക്രട്ടറി മുഹമ്മദ് അലി, ജോബിൾ വടാശ്ശേരി, ഇന്ദുചൂടൻ ഒറ്റപ്പാലം എന്നിവരുടെ നേതൃത്വത്തിലാണ് ചൊക്കനയിൽ ഫുട്ബോൾ സജീവമാക്കാനുള്ള ശ്രമം നടക്കുന്നത്. ഹാരിസൺ എസ്റ്റേറ്റിലെ ഉദ്യോഗസ്ഥനായ അജിത്തും ഈ ഉദ്യമത്തിന് പൂർണ്ണ പിന്തുണ നൽകി ഒപ്പമുണ്ട്. ഫ്ലഡ് ലൈറ്റുകൾ സ്ഥാപിച്ച് മൈതാനം നവീകരിക്കുന്ന പ്രവൃത്തി അവസാന ഘട്ടത്തിലാണ്. കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകുവാനും ജേഴ്സി വിതരണം ചെയ്യാനും പദ്ധതിയുണ്ട്. TCV കൊടകര.